ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് കുട്രാലം ആൻഡ് തിരുമല കോവിലോട്ടാണ് പോകുന്നത്. രാവിലെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രിപ്പാണ് അപ്പം നമ്മൾ ഒരുങ്ങിയ സമയത്തൊന്നും വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര മഴയൊക്കെ ഉണ്ടായത്. അപ്പം നമ്മൾ കൊട്ടാരക്കര വഴിയാണ് പോകുന്നത്. കൊട്ടാരക്കര പുനലൂർ വഴിയാണ് പോകുന്നത്. അതാകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒന്നും വലുതായിട്ട് ഉണ്ടാവില്ല. നമ്മൾ സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ പോവാം. അതുകൊണ്ടാണ് നമ്മൾ ആ വഴി തന്നെ എടുത്തത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുനലൂർ തൂക്കുപാലമാണ്. എല്ലാവർക്കും തൂക്കുപാലം അറിയാമല്ലോ, എന്നാലും കാണാത്തവർക്ക് കാണിക്കുവാണ് തൂക്കുപാലം. അപ്പം രാവിലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. എങ്കിലും തമിഴ്നാട്ടിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇവിടെ തെന്മല ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ റിവറിൽ വെള്ളമൊക്കെ പോകുന്ന നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ സംഭവത്തിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, മഞ്ഞ് പെയ്യുന്ന പോലത്തെ ഒരു ഫീല്. അപ്പം ഞങ്ങളുടെ അച്ഛമ്മ അവിടെ അണ്ടിയാപ്പീസിൽ പോകുന്നേ പിള്ളേരെന്ന്. അപ്പം ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ പിന്നെ ഈ പടിയൊക്കെ കയറിയിട്ടാണ് നമ്മളവിടെ പോയി ഇതൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഒരു അമ്പലത്തിലോട്ട് പോയി. അപ്പം അവിടെ നല്ല വെള്ളവും നമുക്കിങ്ങനെ അത്യാവശ്യം കാലൊക്കെ നനയ്ക്കാം. അപ്പം ഞാൻ കണ്ടു ഒരു പുലിയെ കണ്ടു ഗൈസ്. ഞാൻ നല്ലാതെ പേടിച്ചു പോയി ഗൈസ്. അങ്ങനെ അവിടെ ആരോ തേങ്ങയൊക്കെ ഉടച്ചപ്പോൾ നമുക്ക് തേങ്ങയുടെ ഒരു പീസ് കിട്ടി. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ടാവാന്ന് എഴുതി പിന്നെ ഞങ്ങൾ ബാക്കി യാത്ര തുടങ്ങിയത്. പിന്നെ നല്ല പാടം പോലൊക്കെ കുറേ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടു ഗൈസ്. ൊക്കെ കുറച്ച് ഡാൻസ് കൂത്തുകളാണ്. അപ്പം നമ്മൾ കാറ് റോഡിലിട്ടപ്പം കുറേ പശുക്കൾ ആട്ടുംകുട്ടികളെല്ലാം ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാൻ എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ കാഴ്ചയാണിത്. പശു അത് ഇതൊക്കെയാണ് പോകുന്നത്. പിന്നെ അവിടെ കുറേ ചക്കകൾ, റംബൂട്ടാൻ, അങ്ങനെ നമുക്കിവിടെ എത്ര ചക്ക കിട്ടിയാലും നമ്മളത് കളയും. പക്ഷെ തമിഴ്നാട്ടിൽ ഇത് സ്വർണ്ണവിലയാണ് ഗൈസ്, സ്വർണ്ണവില. അവർ നല്ല വലിയ റേറ്റിലൊക്കെയാണ് ചക്ക മേടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കത് വെറും പുച്ഛമാണ് ഇവിടെ ചക്കയെന്നൊക്കെ പറയുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾക്ക് ഞാവൽപ്പഴം എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ഞാവൽപ്പഴം നമ്മൾ തൂക്കി മേടിച്ചു. ഇപ്പം ഞാൻ മനസ്സിൽ കരുതി ഇച്ചിരി ഞാവൽപ്പഴം വേണം, കുറേ നാളായി, പണ്ട് കഴിച്ചതായിരുന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് കുറച്ച് ഞാവൽപ്പഴമൊക്കെ നമ്മൾ മേടിച്ചു. വലിയ ടേസ്റ്റൊന്നും ഇല്ല, മഴ പെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം വലിയ ടേസ്റ്റ് ഇല്ല. അപ്പം പൊട്ടറ്റോക്കാരൻ ചെറുക്കന്മാർ ഫോണൊക്കെ കണ്ടപ്പോഴേ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവിടെ കുറേ കാഴ്ചകൾ. പിന്നെ നമുക്കൊരു കരട്ടിക്കുട്ടൻ്റെ വിട്ടൊരു സംഭവം. പിന്നെ നമ്മുടെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ കുരങ്ങനെ മനുഷ്യരുടെ കൂട്ട് പാത്രമൊക്കെ കഴിച്ച് തിന്നുന്ന ഒരു സീനാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല വൃത്തിയായിട്ട് അവരെല്ലാം ചെയ്യുന്നത് തന്നെ, അത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഞാവൽപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുക ചേട്ടനും ചേച്ചിയും കൂടെ. അപ്പോൾ അവരുടെ രണ്ടുപേരും ഒരേപോലെയൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പം നേരെ ചേട്ടനെ ഒളിപ്പിച്ച് വെച്ച് കഴിക്കുക. അപ്പോഴും അവന് അതിനേക്കാളും ബുദ്ധിയുണ്ട്. അവനപ്പുറത്ത് തിരിഞ്ഞ് വന്നിരുന്ന് നോക്കുവാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറേ വളയും മാലയും കമ്മലും എല്ലാം നോക്കി. കുറച്ച് കമ്മലും വളയൊക്കെ നമ്മൾ കുറച്ചെടുത്തു. പിന്നെ നമ്മൾ ചായക്കടയിലോട്ടൊക്കെ പോയി. അവിടെ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് കേക്കും ഒരു പൊട്ടറ്റോടെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. പിന്നെ നമ്മൾ വൈകിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറ്റാലത്ത് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു മേടിച്ചു. നമ്മൾ നേരെ അമ്പലത്തിലോട്ടൊക്കെ പോയി. അവിടെ നിന്ന് ഫോൺ അലൗഡല്ല, അതുകൊണ്ടാണ് അവിടുത്തെ ഒന്നും എടുക്കാഞ്ഞേ. പിന്നെ തിരുമല കോവിൽ ചെന്നു. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഫോൺ പിടിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വരെ തെറിച്ച് പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അവിടെ നല്ല കുളമൊക്കെ ഉണ്ട്, ആ വെള്ളം ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ നമ്മുടെ തലമുടിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ പുള്ളിക്കാരൻ നല്ല രസമായിട്ട് പാട്ട് ഇത് ചെയ്യുന്നു, കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളുടെ പുറകെ നടന്നു. പിന്നെ കാറിൻ്റെ ഡോറൊക്കെ ഒന്ന് വീശി അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാറിൽ ഇരിക്കുമ്പം. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ കരുതി നമുക്ക് യാത്ര. ഞങ്ങൾ 10 മണി കഴിഞ്ഞു. അതോടെ എൻ്റെ വീഡിയോ തീരുവാണ്. ബൈ ബൈ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.